ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ദീസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പപ്പടവും മുരിങ്ങക്കായും കൂടിയിട്ടുള്ള ഒരു കറിയാണ്. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 പപ്പടം എടുത്തിട്ടുണ്ട്. ഈ 4 പപ്പടം നമുക്ക് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം സാധാരണ പപ്പടമൊക്കെ കാച്ചിയെടുക്കുന്നത് പോലെ കാച്ചിയെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പടമെല്ലാം കാച്ചിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ റെസിപ്പിയിലേക്ക് ആവശ്യമായിട്ടത് 2 മുരിങ്ങക്കായ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അഥവാ മുരിങ്ങക്കായ ഇല്ലയെന്ന് വെച്ചാൽ വഴുതനങ്ങ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മൺചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. ഈ ഒരു റെസിപ്പി നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നല്ല ടേസ്റ്റാണ് നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ. മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 20 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അതിലേക്ക് ഒരു വലിയൊരു സവാള ചെറിയ പീസാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ചെറിയ ഉള്ളിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ, കാരണം അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ചെറിയ ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയാൽ മതി. ഉള്ളി ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി, പഴുത്തിട്ടുള്ള തക്കാളി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഉള്ളിയും തക്കാളിയും കൂടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് ഉടയുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മസാലയെല്ലാം നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ, ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഏകദേശം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ വേവാനായിട്ടുള്ള ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലപോലെ മുരിങ്ങക്കായ വേവിച്ചെടുക്കാം. മുരിങ്ങക്കായ നല്ലപോലെ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം.
ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ മസാല എല്ലാം നല്ലപോലെ വെന്ത് മുരിങ്ങക്കായയും വെന്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ സൈസ് വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളമാണ്. ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളമുണ്ട്, പുളിവെള്ളം. അത് ആഡ് ചെയ്ത് കൊടുക്കുക. പുളിവെള്ളം ഇപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. പുളിവെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് നമ്മുടെ. ഇനി ഇതിലേക്ക് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പപ്പടം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പപ്പടം ഇട്ടതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട. സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് സിമ്മിലാക്കി വയ്ക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പപ്പടം നല്ലപോലെ മസാലയിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ചോറിനൊപ്പം വേറൊരു സൈഡ് ഡിഷും ഇല്ലാതെ നമുക്ക് ഈ ഒരു കറി കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറുണ്ണാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മുരിങ്ങക്കായ ഇല്ലയെന്ന് വെച്ചാൽ വഴുതനങ്ങയോ അല്ലെങ്കിൽ പച്ചമാങ്ങ അല്ലെങ്കിൽ ഉണക്കമാങ്ങ അങ്ങനെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത്. വെറും പപ്പടം മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസിൽ ഷെയർ ചെയ്യുക. സിദ്ദീസ് ഫുഡ് ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്